ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന കൈപ്പക്ക കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ 2 കൈപ്പക്ക എടുത്ത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കോൽപ്പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈപ്പക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പച്ചവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൈപ്പക്കായ ഞാൻ ഭയങ്കരമായിട്ട് കട്ടി കുറച്ചിട്ടൊന്നും അല്ല കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാലേ കൈപ്പക്കായുടെ കയ്പ്പ് ഭയങ്കരമായിട്ട് കുറവുണ്ടാവും കേട്ടോ നമുക്ക് കറിയിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് കീറിയതും പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മഞ്ഞളും ഉപ്പും പരട്ടി വെച്ച കൈപ്പക്കായ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൈപ്പക്കായ വാട്ടിയെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകവും ഇട്ട് കൊടുത്ത് ജീരകവും നല്ലവണ്ണം പൊട്ടി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇഞ്ചി ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും. അപ്പോൾ ഞാനിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മളെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വാട്ടി വെച്ച കൈപ്പക്കായ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ കറി വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ എൻ്റെ കറിയിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ കൈപ്പക്ക കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക കറിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.